നമസ്കാരം. ബംഗ്ലാദേശിൽ ഒരു കൂട്ടം കലാപകാരികൾ ചേർന്ന് ഹിന്ദു യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വിവിധ സംഘടനകളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുകയാണ്. വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാർ ആക്രമണം നടത്തുന്നതായിട്ട് മതനിന്ദ ആരോപിച്ച് മൈമൻസിംഗിലെ ബ്വാലുകയിൽ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം മരത്തിൽ കെട്ടിത്തൂക്കി കത്തിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ച് ഹിന്ദു സംഘടനകളും അതുപോലെ ന്യൂനപക്ഷ അവകാശ ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്ത് അശാന്തി പടരുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തം, നീതി, മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നിവയ്ക്കുള്ള ആഹ്വാനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉള്ളത്. ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവായ ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആശങ്ക അറിയിച്ചിട്ട് ഇന്ത്യയും രംഗത്ത് വന്നിട്ടുണ്ട്. യുവാവിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഭരണകൂട മാറ്റത്തെ തുടർന്നുണ്ടായ അരാജകത്വത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ, അതുപോലെ അവരുടെ ആരാധനാലയങ്ങൾ, അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ അസ്ഥിരതയുടെ മറവിൽ വർഗീയ ശക്തികൾ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും ജീവഭയം മൂലം അതിർത്തി കടന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുന്ന സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത്. ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങളിൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തി വരുന്നു. ഇന്ന് ഡൽഹിയിലും അത് കണ്ടതാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ അവിടുത്തെ ഇടക്കാല സർക്കാരിനോട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും ഈ വിഷയത്തിൽ തങ്ങളുടെ ആഴത്തിലുള്ള ആശങ്ക ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായിട്ട് ശബ്ദമുയർത്തുന്നത്. ബംഗ്ലാദേശിലെ അക്രമങ്ങൾ വെറും ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് ഇത് ദക്ഷിണേഷ്യയിലെ തന്നെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി സുരക്ഷയും അഭയാർത്ഥി പ്രവാഹവും വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇടപെടൽ അത്യാവശ്യമാണെന്ന നിലപാടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഏതൊരു ജനാധിപത്യ രാജ്യത്തിന്റെയും കരുത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിലൊക്കെ തന്നെയാണ്. ബംഗ്ലാദേശിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും അതുപോലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും സുരക്ഷിതരായിരിക്കുകയും ചെയ്യേണ്ടത് ആ രാജ്യത്തിന്റെ മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുടെയും ആവശ്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഇന്ത്യയിലേക്കും കടന്നു വരും. വർഗീയ വിദ്വേഷങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ മാനവികത ഉയർത്തിപ്പിടിക്കേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ആഗതമായിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് നയതന്ത്രപരമായും അതുപോലെ മാനുഷികമായും നിരവധി നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഒന്നാമതായിട്ട്, ബംഗ്ലാദേശിലെ നിലവിലെ ഇടക്കാല സർക്കാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തി ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇവിടെ ഇന്ത്യ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി. വിദേശകാര്യ മന്ത്രാലയം വഴി അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഉന്നയിക്കുന്നതും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അയൽരാജ്യത്തിന്മേൽ വലിയൊരു നയതന്ത്ര സമ്മർദ്ദം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടികളാണ് മറ്റൊരു കാര്യം. അതിക്രമങ്ങൾ ഭയന്ന് അതിർത്തി കടന്നെത്താൻ സാധ്യതയുള്ളവരെ കണക്കിലെടുത്ത് BSF നിരീക്ഷണം ശക്തമാക്കുന്നതിനോടൊപ്പം സമാധാനപരമായ രീതിയിൽ ഈ സാഹചര്യം കൈകാര്യം ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും. കാരണം ഇന്ത്യ അതിലൊക്കെ വളരെ എഫേർട്ട് എടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. കൂടാതെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ അന്വേഷണം ഈ വിഷയത്തിൽ ഉറപ്പാക്കാൻ ഇന്ത്യ മുൻകൈ എടുത്തേക്കാം. ഇത് ബംഗ്ലാദേശിലെ അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കാനും അവരെ സഹായിച്ചേക്കാം. മാനവികമായ കാഴ്ചപ്പാടിൽ ദുരിതം അനുഭവിക്കുന്ന ഹിന്ദു കുടുംബങ്ങൾക്ക് ആവശ്യമായ മരുന്നുകളും ഭക്ഷണങ്ങളും മറ്റ് സഹായങ്ങളും എത്തിക്കാനും സന്നദ്ധത അറിയിക്കുന്നതും വലിയൊരു ചുവടുവയ്പായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഇന്ത്യക്കകത്തെ ക്രമസമാധാന പാലനം. കാരണം മറ്റു രാജ്യത്ത് ഇത്തരം ഒരു പ്രശ്നം ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും പ്രശ്നം ഉണ്ടാവും അല്ലെ. അയൽരാജ്യത്തെ അസ്വസ്ഥതകൾ ഇന്ത്യയിലെ സമുദായങ്ങൾക്കിടയിൽ ചേരിതിരിവ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടഞ്ഞും രാജ്യത്തിനകത്ത് സമാധാനം ഉറപ്പാക്കിയും മാത്രമേ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരു പരിധിയുണ്ട്, അത് മറ്റൊരു രാജ്യമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സുരക്ഷയ്ക്കായി ഇന്ത്യ നടത്തുന്ന പ്രധാന നയതന്ത്ര നീക്കങ്ങളായിട്ടുള്ള ഒന്ന് ഹൈക്കമ്മീഷൻ വഴിയുള്ള നിരന്തരമായ ആശയവിനിമയം തന്നെയാണ്. അതായത് ഇവർക്ക് ഇപ്പൊ സംസാരിക്കാൻ മാത്രമാണല്ലോ കഴിയുന്നത് അല്ലെ. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അവിടുത്തെ ഇടക്കാല സർക്കാരിലെ പ്രമുഖരുമായിട്ടും അതുപോലെ തന്നെ
സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തി വരുന്നുണ്ട്. ഓരോ ആക്രമണ സംഭവങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും അത് ബംഗ്ലാദേശ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര നടപടി ആവശ്യപ്പെടാനും ഈ സംവിധാനം വഴി സാധിക്കുന്നുണ്ട് എന്നത് മറ്റൊരു സന്തോഷകരമായ അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാന നീക്കം ഉന്നതതല നയതന്ത്ര ചർച്ചകൾ തന്നെയാണ് കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഇതിലേറെ നിർണായകമാണ്. ചില അസ്വാരസ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ്. ഇത്തരം ചർച്ചകൾ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടത്തിൽ നിന്ന് ഔദ്യോഗികമായി ഉറപ്പുവാങ്ങാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു ആഭ്യന്തര വിഷയമല്ല എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന വളരെ ഗൗരവകരമായ കാര്യമാണെന്നും ബോധ്യപ്പെടുത്താൻ ഇത്തരം ഉന്നതതല ഇടപെടലുകൾ സഹായിക്കും. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇത് വളരെ കുറവായിരുന്നു, പക്ഷെ ഇപ്പോൾ യൂനസിന്റെ ഭരണകൂടത്തിൽ ഇത് കൂടുതലാണ് എന്നത് മുഴുവൻ എടുത്തു പറയണം. ഇതുകൂടാതെ അന്താരാഷ്ട്ര വേദികളിലെ നയതന്ത്ര സമ്മർദ്ദവും ഇന്ത്യ പ്രയോഗിക്കുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിലെ സാഹചര്യം ജനാധിപത്യത്തിനും അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾക്കും വിരുദ്ധമാണെന്ന് ലോകരാജ്യങ്ങളെയും അതുപോലെ അന്താരാഷ്ട്ര സംഘടനകളെയും ബോധ്യപ്പെടുത്തുക വഴി ബംഗ്ലാദേശ് സർക്കാരിന് മേലിൽ ആഗോള സമ്മർദ്ദം ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതും ഇവിടെ സംസാരിക്കേണ്ട വിഷയമാണ്. ഇപ്പോഴും അവിടെ കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം വന്നിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വക്താക്കൾ വഴി നൽകുന്ന പ്രസ്താവനകൾ ആഗോള മാധ്യമങ്ങൾ ഗൗരവകരമായി ചർച്ച ചെയ്യുന്നതും ആ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യയുടെ ഈ ജാഗ്രത ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകൂടത്തെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമായി മാറുകയാണ് ഇപ്പോൾ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം, അതായത് 2025 ഡിസംബറിൽ തന്നെ അതീവ ഗൗരവമായ ചില നയതന്ത്ര നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മൈമൻ സിംഗിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവ് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായ സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വിസ സേവനങ്ങളിൽ വലിയ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ്. സുരക്ഷാ കാരണങ്ങളാൽ ചിറ്റഗോഗിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് കമ്മീഷനിലെ വിസ സേവനങ്ങൾ ഇന്ത്യ നിർത്തിവെച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ ഡൽഹിയിലെയും അഗർത്തലയിലെയും ബംഗ്ലാദേശ് മിഷനുകൾ വിസ സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. ഇന്ത്യയിലെ വിവിധ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ സമൺ ചെയ്തതും ശ്രദ്ധേയമായ നീക്കം തന്നെയാണ്. ഡൽഹിയിലെയും സിലിഗുരിയിലെയും തങ്ങളുടെ വിസ സെന്ററുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണ് എന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിലും അന്താരാഷ്ട്ര വേദികളിലും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതും പറയേണ്ടതുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന നിലപാടാണ് ഇന്ത്യ ഈ അവസരത്തിൽ സ്വീകരിക്കുന്നത്. RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ത്യ കാര്യമായിട്ട് ഇതിൽ ഇടപെടുമെന്ന കാര്യവും ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തിന് കീഴിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വിവേചനവും അക്രമവും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 10 പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങളിൽ ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ വൻതോതിൽ പതിഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ തങ്ങളുടെ ആശങ്ക വ്യക്തമാക്കുകയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വംശീയമോ മതപരമോ ആയ വിവേചനങ്ങൾ പാടില്ല എന്നും അക്രമങ്ങൾ തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് പലതവണ പ്രസ്താവന നടത്തി. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവർക്കൊന്നും ചെയ്യാനാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷൻ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇപ്പോഴും. ഹിന്ദുക്കളുടെ വീടുകൾക്കും അവരുടെ ക്ഷേത്രങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് അവർ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള അമൻസ്റ്റി ഇന്റർനാഷണലും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതിനു പുറമെ യൂറോപ്യൻ യൂണിയനും ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിൽ മനുഷ്യാവകാശ സംരക്ഷണം ഒരു പ്രധാന ഘടകമായിരിക്കുമെന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വഴിയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്നത് എന്ന കാര്യം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ ഇന്ത്യയിലും വലിയ പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ കാര്യമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർക്കെതിരെ ആയാലും ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ പേരിൽ ഒരു വംശത്തിന്റെയോ പേരിൽ ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. ഇത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.